ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദികരെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ബെർണറ്റ് ആൻഡ് ഷീന, തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ നിർവഹിക്കുന്നത്. തുമ്പവൺ ഭദ്രാസന സെക്രട്ടറി എൻ്റെ സഹപ്രവർത്തകൻ ജോൺസൺ കല്ലട്ടത്തിൽ കോറപ്പിസ്കോപ്പ അച്ഛനാണ്. ഈ വിവാഹ കൂദാശയ്ക്ക് ഞാൻ വരണം എന്ന് പറഞ്ഞ് ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് ഷാലു അച്ഛൻ അതിന് അനുവാദം തന്നു. പക്ഷെ ഇവിടെ വന്ന് ഈ കൂദാശയിൽ സംബന്ധിച്ച് ഇതുവരെയും എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ സന്തോഷത്തിൻ്റെ പ്രധാന കാരണം ഈ ബെർണറ്റും ഷീനായും എൻ്റെ മുമ്പാകെ നിന്ന് ഈ പാട്ടെല്ലാം പാടുന്നത് കണ്ടപ്പോഴാണ്. അവർ ഈ ആരാധനയിൽ വളരെ ഇൻവോൾവായിട്ട് നിൽക്കുകയാണ്. ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ എനിക്കത് കാണുന്നത് വലിയ സന്തോഷമാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും മണവാളിനും മണവാട്ടിയൊക്കെ നിന്നും ഇരുന്നും ഉറങ്ങുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് ഈ കൂദാശ അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മുൻ പരിചയമൊന്നും അധികമില്ല, പക്ഷേ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ വിവിധ തരങ്ങളായ ഉത്തരങ്ങളാണ് കിട്ടുന്നത്. ചിലരെന്നോട് പറഞ്ഞു അപ്പൻ്റെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ എന്നോട് പറഞ്ഞു ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സിസ്റ്റമാണല്ലോ, ഞങ്ങൾ വിവാഹം കഴിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മറ്റാളുകൾ ചിന്തിക്കുമെന്ന് വിചാരിച്ച് വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞു. കുറച്ചാളുകൾ പറഞ്ഞു അവരുടെ ബയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് രക്ഷയുടെ മാർഗമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ രക്ഷയുടെ മാർഗമാണ് കുടുംബജീവിതം. 2 മാർഗങ്ങളാണ് സഭ നൽകുന്നത്. 1 സന്യാസ മാർഗവും 2 കുടുംബ മാർഗവും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കുടുംബ മാർഗമാണ്. രക്ഷയിലേക്കാണ് യാത്ര. നിങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളത് കൃത്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാം ഏകനായിരിക്കുന്നത് കണ്ട് അത് നന്നല്ല എന്ന് യഹോവയ്ക്ക് തോന്നിയപ്പോൾ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. സ്യൂട്ടബിൾ പാർട്ണർ എന്നാണ് പറയുന്നത്. എന്തിനുള്ള സ്യൂട്ടബിൾ പാർട്ണറാണ്? എന്തിനുള്ള തക്ക തുണയാണ്? ഈ രക്ഷാമാർഗത്തിൽ രക്ഷയിലേക്ക് എത്തുന്നതിന്, സ്വർഗരാജ്യത്തിലെത്തുന്നതിന് പരസ്പരം തുണയാകുവാനായിട്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് വായിക്കുന്ന, നമ്മൾ എവങ്കലിയൻ വായിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ശക്തമായി പറയുന്നത് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുന്നത്. ഇത് യോജിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വിവാഹത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം രക്ഷയാണ്, സ്വർഗരാജ്യമാണ്. അതിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ് എന്നുള്ളത് ഒന്നാമത് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ധാരാളം പ്രതിസന്ധികൾ ഉടലെടുത്തിട്ടുണ്ട്. 2 വാക്കുകളുടെ കുറവാണ് അവിടെ ഉള്ളതെന്ന് ഞാൻ പറയും. അതും ഇന്നത്തെ വിശുദ്ധ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉപദേശം ഭാര്യമാരോടാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആദരിപ്പീൻ എന്ന് നമുക്ക് അതിനൊരു പുനർവായന നടത്താം. മലയാള തർജ്ജിമയിൽ ചില ട്രാൻസ്ലേഷനിൽ കീഴടങ്ങിയിരിക്കുവിൻ എന്നൊക്കെ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ സ്ത്രീയോടും പെൺകുട്ടികളോടും അങ്ങനെ പറയരുതെന്നൊക്കെ പറയുമെങ്കിലും വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പുനർവായനയ്ക്ക് ഒരു വാക്ക് നിർദ്ദേശിക്കുകയാണ്: നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആദരിപ്പീൻ. അതിൻ്റെ അർത്ഥം ഭർത്താവ് ഭാര്യയെ ആദരിക്കേണ്ട എന്നുള്ളതല്ല, എങ്കിലും പൗലോസ്ലീഹയുടെ ഉപദേശം ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം. ഈ കാലഘട്ടത്തിൽ എടാന്നും പൊടിയെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുമായിരിക്കും. പക്ഷേ അത് വിളിക്കുമ്പോഴും, പേര് വിളിക്കുമ്പോഴും, പണ്ടങ്ങനൊന്നും വിളിക്കുകയില്ലായിരുന്നല്ലോ. നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങേപ്പുറത്ത് കേൾക്കുമായിരുന്നു, പേരൊന്നും വിളിക്കുകയില്ലായിരുന്നു. അതുപോലെ ജീവിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആദരവും ബഹുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ
പബ്ലിക്കിൽ വെച്ച് തീർച്ചയായും ആ റെസ്പെക്റ്റ് പരസ്പരം കാണിക്കണം. തമാശന് പോലും കളിയാക്കുകയോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയോ ചെയ്യാതെ സൂക്ഷിക്കണമെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക്കായിട്ടാകുമ്പോൾ അതൊരു ഹ്യൂമിലിയേഷനാണ്. മറ്റാളുകൾ പറയുന്നു എന്നുള്ളതല്ല, ജീവിത പങ്കാളിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ബഹുമാനിക്കണം. പൗലോസ്ലീഹ പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ബഹുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഉപദേശം ഭർത്താക്കന്മാർക്കാണ് പൗലോസ്ലീഹ നൽകുന്നതെങ്കിലും അത് ഭാര്യയ്ക്കും പ്രസക്തമാണ്. എങ്കിലും ഭർത്താക്കന്മാരോട് പറഞ്ഞു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ജീവൻ നൽകി സ്നേഹിച്ചു. ഈ സ്ത്രീകളുടെ ഒരു പൊതുവായ സൈക്കോളജി അനുസരിച്ച് സ്നേഹം കിട്ടിയാൽ അവർ തൃപ്തരാകും. അത് പക്ഷേ ഈ ലോകം പറയുന്ന പോലുള്ളൊരു സ്നേഹമല്ല. ക്രിസ്തു സ്നേഹിച്ചതുപോലെ. അതെങ്ങനെയാണ് സ്നേഹിച്ചത്? അത് ക്രൂശിലെ സ്നേഹമാണ്. ജീവൻ നൽകി സ്നേഹിക്കുന്നതാണ്. ത്യാഗപൂർണമായ സ്നേഹമാണ്. ഈ കാലഘട്ടം മുമ്പോട്ട് വെക്കുന്നതെല്ലാം എന്തെങ്കിലുമൊക്കെ നേടാനുള്ള സ്നേഹങ്ങളാണ്. നൽകാനുള്ള സ്നേഹത്തെക്കുറിച്ചാണ് കുരിശ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് അത്തരത്തിലുള്ളൊരു മാനവും തലവും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. പലരും പറയുന്നത് കുടുംബജീവിതത്തിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നാണ്. ഞാൻ ഒട്ടും യോജിക്കാത്തൊരു വാക്കാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾ മനസ്സിൽ സന്തോഷമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്ന ഒരാൾക്കുള്ളിൽ തോന്നി ചെയ്യുന്ന കാര്യമാണ്, നിർബന്ധത്താലല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, പരസ്പരം ബഹുമാനിക്കുക, നല്ലതുപോലെ സ്നേഹിക്കുക. നമ്മുടെ ഈ സംസ്കാരത്തിൽ, ഈ കൾച്ചറിൽ സ്നേഹത്തിന് എക്സ്പ്രഷൻസ് വളരെ കുറവാണ്. അതും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല സ്നേഹത്തിൻ്റെ പ്രകടഭാവങ്ങൾ ഒക്കെ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദീർഘമായി സംസാരിക്കുന്നതിൽ ഒന്ന് രണ്ട് പൊതുവായ കാര്യങ്ങൾ ഞാൻ എപ്പോഴും മണവാളിനും മണവാട്ടിക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തമ്മിലിപ്പോൾ അറിയാൻ കുറച്ച് നാളുകളായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുതൽ അറിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. 10-20 വർഷമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതുവരെ ഇയാളെ മനസ്സിലായിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. എവറി മൊമെൻറ്റ്, എവറി ഡേ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാതെ ആ ആളിൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റാനായിട്ടുള്ള ശ്രമമാണ് എല്ലാ സംഘർഷങ്ങളുടെയും കാരണം. ഒരാളുടെ പേഴ്സണാലിറ്റിയെ അയാൾക്ക് മാറ്റാൻ സാധിക്കും, ദൈവത്തിന് മാറ്റാൻ സാധിക്കും, അയാൾക്ക് മാറ്റാൻ സാധിക്കും. മറ്റൊരാൾ അതേ കയറി ടച്ച് ചെയ്യാൻ തുടങ്ങുന്നുണ്ടേ ആ ആളിൻ്റെ ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ സംഘർഷങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയുടെ പേഴ്സണാലിറ്റിക്ക് അനുസൃതമായ ഒരു സാക്രിഫൈസ് അടുത്ത ജീവിത പങ്കാളി നടത്തുമ്പോഴാണ് അതുണ്ടാകുന്നത്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾക്ക് എപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകുന്നു അന്ന് തന്നെ അത് പരിഹരിച്ചിട്ടേ കിടക്കാവൂ. അന്ന് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം എൻ്റെ ഷാലുവച്ചനോടും എന്നോടും പറയാം. അവസാനം ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാലും സഭ ഉത്തരവാദിയാണ്. മിക്കവാറും ഞങ്ങളുടെ അടുക്കൽ ഈ പ്രശ്നമായിട്ടൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ എക്സ്ട്രീം വേഴ്സ് സിറ്റുവേഷനിലാണ് ഞങ്ങളിതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് മറിയെ എല്ലാം മനസ്സിൽ സംഗ്രഹിച്ചതുപോലെ നിങ്ങളിതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു വെച്ച് അവസാനത്തെ തുള്ളി വീണപ്പോഴാണ് പാത്രത്തിലെ വെള്ളം തുളുമ്പിപ്പോയത്. ആ തുള്ളി ലാസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്ന റീസണാണെന്നുള്ളത് അതിന് മുമ്പേ നിറഞ്ഞിരിക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സൊന്നും നിറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കും. കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവൂ. അഥവാ ഇനിയും പകൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞൊന്ന് മുഷിഞ്ഞാൽ പോലും നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നും കൈപിടിച്ച് പ്രാർത്ഥിക്കാതെ നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കുകയില്ല. ദശാംശം മാറ്റി വെക്കണം. 10-1. രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ അല്ലേ? 10-1 മാറ്റി വെച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തൃപ്തി അത് വർണ്ണനാതീതമാണ്. പള്ളിയിൽ പോകണം, കൂദാശകൾ പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന നിരന്തരം അനുഭവിക്കണം. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകണം. ഇതെല്ലാം ഞാൻ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇത്രയധികം പുരോഹിത സാന്നിധ്യം ഇവിടെ ഉള്ളത് നിങ്ങളുടെ കുടുംബങ്ങളുടെ
സഭയോടുള്ള ബന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കുന്നു. എനിക്ക് പരിചയമുള്ള എൻ്റെ ഹൈദരാബാദിലുണ്ടായിരുന്നവരുടെ മുഖവെട്ടമൊക്കെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. കുടുംബ ബന്ധുക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധ റൂഹ ഇറങ്ങി ഈ മക്കളെ യോജിപ്പിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനകളാണ്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. കൊയർ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ഞാനിവിടെ നിന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചുണ്ടനക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പാട്ടുകളെല്ലാം ചേർന്ന് പാടുക. നാം ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ. അതിനുശേഷം നടക്കുന്ന ചടങ്ങുകളൊക്കെ സെക്കൻഡറിയാണ്. ഉള്ളുരുകി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ മക്കളെ യോജിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും മക്കൾക്ക് നേരുന്നു.